ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ അച്ചാമ്മയുടെ വീട്ടിലാണേ. ചെന്നപ്പോൾ കൊച്ചച്ച ചൂണ്ടയിടുകയാണ്. ഒട്ടന്നെ അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ 2 കുട്ടി കൈതക്കോരയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വരാലിനെയൊക്കെ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കഥയൊക്കെ ഇങ്ങനെ പറയുകയാണ്. വലുതായിരുന്നു. ഇപ്പോൾ ഈ വെട്ടിലിനെയാണ് കേട്ടോ ഇരയായിട്ടിട്ടിരിക്കുന്നത്. കൊച്ചച്ഛനുണ്ടല്ലോ മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ടെൻഷനാണെങ്കിലും തിരക്കാണെങ്കിലും ഈ മീൻ പിടിക്കാൻ കുറച്ച് സമയം കണ്ടെത്തും. അതെന്തോ ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ. അപ്പോൾ കുറച്ച് മീനെയൊക്കെ പിടിച്ചിട്ട് ഞാനും കയറി വരാം, നീ പൊക്കോന്ന് പറഞ്ഞ് എന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചു വിട്ടു. എന്നെ കയറി ചെന്ന് പറഞ്ഞാൽ ഒരു സർച്ചിങ് ആയിരുന്നു കേട്ടോ. ആത്തച്ചക്ക വല്ലതും പഴുത്തതുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരെണ്ണം പോലും പഴുത്തിട്ടില്ല. എല്ലാം പാകമായിട്ട് വരുന്നേ ഉള്ളൂ. കുഞ്ഞമ്മ ഒരെണ്ണം പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര നല്ലതല്ലായിരുന്നു, കേടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ അതിനകത്ത് നോക്കി നിന്നിട്ട് ഒരെണ്ണം നല്ലത് കിട്ടുന്നില്ലേ. ഈ വവ്വാലുകളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പഴുത്ത് വരുന്ന നല്ല തൂക്കി കണ്ടുപിടിക്കൂലേ. നമുക്ക് ആ കഴിവ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ആലോചിച്ചു. എനിക്ക് അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പച്ചിയും മക്കളും. അപ്പം ഈ അപ്പച്ചി ഉണ്ടല്ലോ ഭയങ്കര പോസിറ്റീവാണ്. എന്തിനും ഹാപ്പി ആയിട്ട് കൂടെ നിൽക്കും. നമ്മൾ എത്ര സങ്കടത്തിൽ നിന്നാലും ഒന്ന് ഒത്തുകൂടി കഴിയുമ്പോഴത്തേന് ഭയങ്കര ഹാപ്പി ആവാറുണ്ട് കേട്ടോ. കുറച്ച് എനർജിയൊക്കെ സേവ് ചെയ്തതുപോലെ. പിന്നെ തന്നെ അപ്പച്ചിയുടെ 2 മക്കളുമാരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ്. പിന്നെ ഋഷിക്കുട്ടൻ അപ്പോൾ അതുപോലെ തന്നെ കുസൃതികൾ ഇരട്ടിയായിട്ട് അങ്ങ് തുടങ്ങി കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഋഷിക്കുട്ടനെ അങ്ങ് അയച്ചു വിട്ടു. ഋഷിക്കുട്ടന് സന്തോഷം. പിന്നെ കുറച്ച് നേരമൊക്കെ ഒത്തുകൂടിയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. റീൽസ് കണ്ട കഥകൾ പറഞ്ഞാണ് ഈ ചിരിക്കുന്നത്. റീൽസിലെ തമാശകളാണ് ഈ പറയുന്നത്. ഋഷിക്കുട്ട അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ കുരുത്തക്കേട് ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. എല്ലാ മാസവും ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴെല്ലാം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ ന്യൂ ഇയറിന് എല്ലാവർക്കും കൂടെ ഒത്തുകൂടാൻ ഒരു സമയവും സന്ദർഭമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ക്രിസ്മസ് അങ്ങ് എൻജോയ് ചെയ്യാൻ, സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അങ്ങനെയൊക്കെ അങ്ങ് തീർന്നു കേട്ടോ. എന്നാൽ പിന്നെ ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷം നല്ല സന്തോഷവും സമാധാനവും ഉള്ളതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.